അർദ്ധരാത്രിക്ക് വേണ്ടിയാ കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ നീ കൂടുന്ന് പറയും. അർദ്ധരാത്രിക്ക് ശരീരം മതി. അതുകൊണ്ടാണ് ആ ശരീരം വിട്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കാമുകി കഷായ കുപ്പിയും കൊണ്ട് കാത്തു നിൽക്കുന്നു. എന്റെ നാട്ടുകാരൻ ചെക്കനാ വള്ളിയായി പോയിട്ട് കത്തിയും എടുത്തിട്ട് കാമുകിയെ കൊന്നത്. എന്തുകൊണ്ടാ? നമ്മുടെ മക്കള് തോന്നിയാസികളായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? നമ്മളല്ലേ. ഭൂരിപക്ഷം മലയാളികളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യന്റെ ഹൃദയത്തിന്റെ നേരെയല്ല കൊടൽമല ഉള്ളത്. മനസ്സിലായോ? താലി എവിടെയാ നിൽക്കണ്ടേ? ഇവിടെ ഹൃദയത്തിന്റെ നേരെ നിൽക്കണം. ഹൃദയത്തോട് ചേർത്ത് വെക്കല. അതിന്റെ അർത്ഥം അറിയാത്ത കൊണ്ടാ കൊടൽമേൽ നിൽക്കുന്നത് താലി. മനസ്സിലായോ? ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ, ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ. മനസ്സിലായില്ലേ? ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് ചെന്ന് ചേരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, ആ മഴത്തുള്ളി വീണ കുന്നിന്റെ ചെരിവ. വയനാട്ടിലേക്ക് പേരിയച്ചോരം വഴി പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോ പോന്ന വഴിക്കെല്ലാം മയിലിനെ കാണാം. 28-ാം മൈല്, 29-ാം മൈല്, 32-ാം മൈല്. ആ 32-ാം മൈലെത്തിയ പിന്നെ കുന്നിന്റെ മോന്തായത്തിലെത്തി. പിന്നെ അങ്ങോട്ടുള്ള ചെരിവ. ഈ മോന്തായത്തിൽ ഒരു മഴത്തുള്ളി വന്നാൽ ആ മഴത്തുള്ളി വീഴുമ്പോ ഒരു ഇളങ്കാറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ വീണാൽ എന്താ സംഭവിക്കുക? ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് 28-ാം മൈല് സെമിനാരി വില്ല വന്ന് വെള്ളറ കോളനി വഴി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൂട്ട് നെടുമ്പഞ്ചാല് പൂളക്കുട്ടി വഴി ഒഴുകിയിട്ട് അത് നേരെ തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ, പേരാവൂർ പാലത്തിന്റെ അടിയിലൂടെ നേരെ കൊട്ടിയൂർ ബാവലിപ്പുഴയായി ചേർന്നിട്ട് ഓടക്കടവ് പുഴ വഴി ആറളം പുഴയായിട്ട് പാലപ്പുഴയും ചേടിച്ച് പിന്നെ ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് പാലത്തിന്റെ അടിയിലൂടെ പടിയൂരിന്റെയും എടക്കാനത്തിന്റെയും മധ്യത്തിലൂടെ അത് പഴശ്ശി ഡാമും കടന്ന് ഇരിക്കൂർ മാമാനത്തമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ ചേടിച്ചേരി കടവും മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പുഴയായി ചേർന്നിട്ട് നനിച്ചേരി കടവും കടന്ന് പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാമ്പള്ളി വഴി വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അങ്ങ് മാട്ടൂലിന്റെയും അഴീക്കൽ ഫെറിയുടെ ഇടയിൽ അറബിക്കടലിൽ ചേരും ഒരു തുള്ളി. എന്നാൽ ഈ കാറ്റ് ഈ തുള്ളി വീഴുമ്പോ ഒരു ഇളം തെന്നൽ അപ്പുറത്താ വീണെങ്കിൽ ആ വെള്ളം ഒഴുകി ചന്ദനത്തോടാവും, തലപ്പുഴയാവും, ആലാറ്റിലാവും, പിന്നെ മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ, മാനന്തവാടിപ്പുഴയിലൂടെ, വള്ളിയൂർക്കാവിന്റെ മുന്നിലൂടെ, അത് കുറുവാദ്വീപിൽ വെച്ച് പനമരം പുഴയുമായി ചേർന്നിട്ട് പിന്നെ കബനി നദിയാകും. കബനി നദി മാവിലാന്തോട് പഴശ്ശിരാജ വെടിയെ മരിച്ച മാവിലാന്തോടുമായി ചേർന്നിട്ട് കർണാടകത്തിലെത്തിയ കാവേരി നദിയാവും. മൈസൂര് കണ്ണമ്പാടി അണക്കെട്ടും കടന്നിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ കാവേരിപ്പൂം പട്ടണം എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും ഒരു മഴത്തുള്ളി. ആ മഴത്തുള്ളിയല്ല തീരുമാനിച്ചത്, ആ കുന്നിന്റെ ചെരിവാൻ. നമ്മുടെ മക്കളുടെ മഹത്വം നിശ്ചയിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു തട്ട്, ഒരു നോക്ക്, ഒരു വാക്ക് ഒക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നിമിത്തമായത്. ഞാനൊരു കവിത വായിക്കാതെ കിടന്നുറങ്ങാറില്ല. എല്ലാ ദിവസവും ഒരു കവിത വായിക്കണമെന്ന് എന്റെ ജീവിതത്തിൽ ഒരു ചിട്ടയാണ്. ആ ചിട്ടയ്ക്ക് കാരണക്കാരിയായത് LP സ്കൂൾ പഠിക്കുമ്പോൾ എന്റെ അമ്മ എനിക്ക് കവിത ചൊല്ലിത്തരുന്നത് കേട്ടാസ്വദിച്ച് പഠിക്കാറുള്ളത് കൊണ്ടാണ്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ചരമ പേജിൽ മരിച്ചുപോയ ഒരു കുട്ടീന്റെ ഫോട്ടോ, 16-ാം ചരമദിനത്തിൽ ഒരു സുന്ദരനായ ഒരു കുട്ടി. ആ കുട്ടീന്റെ ഫോട്ടോന്റെ അടിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് വായിച്ചിട്ട് ഞാൻ അല്ലാതെ വികാരം കൊണ്ടു. ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ: Who plucked the flower? I said the master. Then the gardener kept silent. മലയാളം പറയാം. Who plucked the flower? ആരടാ പൂ പറിച്ചത്? I said the master. തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു ഞാനാ പറിച്ചത്. Then the gardener kept silent. പിന്നെ ഉദ്യാനപാലകൻ മിണ്ടാണ്ടിരുന്നു. ഉദ്യാനം നട്ട് നനച്ചു പോറ്റുന്ന വളർത്തുന്ന ഒരുത്തൻ നോക്കുമ്പോ, പണിക്കാരൻ നോക്കുമ്പോ ഒരു പൂവ് കാണുന്നില്ല. ആരാ പൂ പറിച്ചത്? അപ്പൊ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു ഞാൻ പറിച്ച, അയക്ക് പറിക്കാലോ. പിന്നീട് ഉദ്യാനപാലകൻ മിണ്ടാണ്ടിരുന്നു. ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ പറ്റിയിട്ട് അച്ഛനും അമ്മയും പറയും, ആരാ എന്റെ മോനെ എടുത്തേ? മോനെ തന്ന ആള് പറയാ, ഞാനിങ്ങോട്ട് എടുത്തതാ, എന്റെ തോട്ടത്തിലെ പൂവല്ലേ. പിന്നീട് അച്ഛനും അമ്മക്ക് ചോദിക്കാൻ അധികാരമില്ല എന്ന് ആശ്വസിക്കുന്ന അച്ഛനും അമ്മയും. നമ്മുടെ കുട്ടികളെല്ലാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആ കുട്ടികൾ പിന്നീട് പുഴുക്കുത്താർന്നിട്ട്
ഇബിലീസും കലിയും ചെകുത്താനുമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ കൂടിയാ. അതുകൊണ്ട് മക്കളെ ശപിക്കരുത്. ചില കുട്ടികളെല്ലാം അച്ഛനും അമ്മയും ചീത്ത പറയുന്ന കേട്ടാല് ആ കുട്ടികളെ കാര്യം ഞാനിങ്ങനെ ആലോചിക്കുക. ഇവനെല്ലാം ബേഡിങ് പോയിട്ട് തിരിച്ചു വരുന്ന എന്താ കൊണ്ടെന്നാ, ഇവന് കിടക്കാൻ വേറെ സ്ഥലമില്ലായിട്ടും തിന്നാൻ വേറെ സ്ഥലം ഭക്ഷണം കിട്ടായിട്ട് അല്ലെങ്കിലൊന്നും ആ വീട്ടിൽ തിരിച്ചു വരൂല. അങ്ങനെ മക്കളെ ചീത്ത പറയുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലെ ഈറ്റിങ്ങളെയും കൊണ്ട് സ്കൂൾ കുട്ടിയാരും ഒരു പെണ്ണുങ്ങൾ പറയും ഈറ്റിങ്ങളെയും കൊണ്ട് എന്താ ഈറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കില്ലേ? എന്താ ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലല്ലേ? ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലില്ലേ? ഭാര്യ പ്രസവിച്ച ഭാര്യക്കും ഭാര്യന്റെ അമ്മക്കും തിന്നേണ്ട പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ ഈറ്റിന്റെ പൈസ? ഭാര്യക്കും ഭാര്യന്റെ അമ്മക്ക് ഈറ്റിന്റെ പൈസ കൂടിയിട്ട് ഈറ്റിന്റെ പൈസ എന്താണ്? അപ്പോ തിന്നു കൂട്ടുന്ന വർഗമെന്ന് ശപിക്കരുത്. ആ ഒരു കുഞ്ഞിക്കാല് കാണാതെ എത്രയെത്ര അമ്മമാർ കരയുന്നുണ്ടെന്ന് അറിയുമോ? അമ്മയാവാൻ പറ്റാഞ്ഞിട്ട്. നമുക്ക് മക്കളെ കിട്ടിയില്ലേ? ആ മക്കൾ ദൈവത്തിന്റെ മക്കളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. എല്ലാ കുട്ടികളും ഉണ്ണിക്കണ്ണനോ ഉണ്ണി യേശുവോ മുത്തുനബിയോ ആണ്. അത് കാടാച്ചിറക്കാരൻ തടിയന്റെ അവിടെ നസീറായാലും ജയിലിൽ കിടക്കുന്ന മെലിഞ്ഞോന്റെ അടുത്ത മജീദായാലും ഗോവിന്ദച്ചാമിയായാലും എല്ലാവരും ജനിക്കുമ്പോൾ നല്ല കുഞ്ഞുമക്കളായിരുന്നു അല്ലേ? അവൻ ഭീകരവാദിയായതിന് ഉത്തരവാദി അവനല്ല, നമ്മുടെ മക്കളാണ്. അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളാവുക. സ്നേഹം കിട്ടുമ്പോഴല്ല. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മക്കളെ അടിമകളായി കാണരുത്. അവരെ വ്യക്തിയായിട്ട് ബഹുമാനത്തോടെ കാണുക. അവർ നിങ്ങളെയും ബഹുമാനിക്കും. അതുകൊണ്ട് ഓപ്പൺ ഹേർട്ട്, എഫ് ഫോർവേഡ് ലീൻ. കുട്ടികളുടെ അടുത്തേക്കും കുനിയുക. കുട്ടികളുടെ മുന്നിൽ നമ്മൾ താഴുക. അപ്പോൾ കുട്ടികൾ നമ്മളെ ഉയർത്തിക്കോളും. നമ്മളല്ലാതെ ഞാൻ അച്ഛനാ ഞാൻ അമ്മയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചാൽ കുട്ടികളും ഇന്നത്തെ കുട്ടികൾ മൈൻഡിയില്ല. അവരോട് അടുത്താലേ അവരടുക്കൂ കേട്ടോ. അല്ലാതെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആവരുത് നിങ്ങൾ. ഫോർവേഡ് ലീൻ, ടച്ച്. തൊടണം. ആരെ തൊടണം? മക്കളെ തൊടണം. ഭാര്യയും ഭർത്താവും. ഇനി പ്രേമിച്ചൂടെ നമുക്ക്? പ്രേമത്തിന്റെ അർത്ഥം പുതിയ തലമുറ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? നമ്മളെ കാലത്ത് പ്രേമം എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന് പുറത്തുള്ള സൗന്ദര്യത്തെ നോക്കിയിട്ടല്ല, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു. അവളുടെ ശരീരത്തെ തൊടാറില്ല. തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ. അങ്ങനെ ആത്മാവിനെ പ്രേമിച്ചു. അവള് പ്രേമിച്ചിട്ട് അവസാനം വേറെ കല്യാണം കഴിച്ചു പോയാലും നമ്മൾ അവളെ ശപിക്കാറില്ല. ഉണ്ടോ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. മംഗളം നേരാറിയുള്ളൂ നമ്മള്. അവളുടെ വേറെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് മക്കളില്ലാണ്ടായി പോത്തതിന് ശപിക്കലുണ്ടോ നമ്മള്? ഇല്ല. ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ജനിക്കട്ടെ എന്ന് പാടിയവരാ നമ്മൾ. എന്നാ ഇന്ന് കാമുകനും കാമുകിയും തമ്മിൽ ആത്മാവ് വേണ്ട, ശരീരം മതി. അർദ്ധരാത്രിക്ക് വേണ്ടിയാ കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ നീ പോടുന്ന് പറയൂ. അർദ്ധരാത്രിക്ക് ശരീരം മതി. അതുകൊണ്ടാണ് ആ ശരീരം വിട്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കാമുകി കഷായ കുപ്പിയും കൊണ്ട് കാത്തു നിൽക്കുന്നു കാമുകനെ. കാമുകൻ കത്തിയും എടുത്തിട്ട് പോകുന്നു അല്ലേ? കത്തിയും എടുത്തിട്ട്. എന്റെ നാട്ടുകാരൻ ചെക്കനാ വള്ളിയായി പോയിട്ട് കത്തിയും എടുത്തിട്ട് കാമുകിയെ കൊന്നത്. എന്തുകൊണ്ടാ? ശരീരവും തമ്മിലുള്ള ചേർച്ച ആത്മാക്കൾ ചേരുന്നതാണ്. വിവാഹത്തിന് താലി കെട്ടുന്നത് എന്തിനാ? താലി ഒരു പ്രതീകമാ. താലി ആലിലത്താലിയല്ല, ഹൃദയത്താലിയാണ്. ഹൃദയത്തിന്റെ ഷേപ്പിലാണ് താലി. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഹൃദയം പറിച്ച് ചേർത്ത് വെക്കാൻ പറ്റാത്ത കൊണ്ട് അത് പ്രതീകമാക്കിയിട്ട് ഒരു സ്വർണത്തിന്റെ താലിയാക്കിയിട്ട് ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്ത കൊണ്ടാണ് നൂലുമ കെട്ടിക്കകത്ത് കെട്ടുന്നത്.
ഇതിന്റെ അർത്ഥം അറിയാത്ത പൊട്ടന്മാര് ഇല്ലാത്ത ലോണും കടവും വാങ്ങിയിട്ട് വലിയ പൈസേന്റെ മാല വാങ്ങിയിട്ട് താലി കെട്ടു. ഭൂരിപക്ഷം മലയാളികളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യന്റെ ഹൃദയത്തിന്റെ നേരെയല്ല കൊടൽമല ഉള്ളത്. മനസ്സിലായോ? താലി എവിടെയാ നിൽക്കണ്ടേ? ഇവിടെ ഹൃദയത്തിന്റെ നേരെ നിൽക്കണം, ഹൃദയത്തോട് ചേർത്ത് വെക്കല. അതിന്റെ അർത്ഥം അറിയാത്ത കൊണ്ടാ കൊടൽമേൽ നിൽക്കുന്നത് താലി. മനസ്സിലായോ? ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ, മനസ്സിലായില്ലേ? ഹൃദയവും ചേരണം, ടച്ച് ചേർന്ന് പിടിക്കും. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്ന് അടുത്തിരുന്നിട്ട് കൈകൾ കോർത്ത് പിടിച്ചാലെന്താ? ഒന്ന് ചുമല് കൈവച്ചാലെന്താ? ഐ ലവ് യു പറഞ്ഞാലെന്താ? ഭാര്യയും ഭർത്താവും ഐ ലവ് യു പറയാത്ത ഒരു ജനതയാ മലയാളികൾ. കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കും. കല്യാണം കഴിഞ്ഞ ഒരു തവണ ഐ ലവ് യു പറഞ്ഞു? നിങ്ങൾ പറഞ്ഞാ പോരാ, പറഞ്ഞാലെന്താ? മക്കള് കേട്ടാൽ അവർക്ക് സന്തോഷാ. അച്ഛൻ അമ്മയോടും അമ്മ അച്ഛനോടും ഐ ലവ് യു പറയുന്ന കണ്ട മക്കൾക്ക് നല്ല സ്വഭാവമായിരിക്കും. അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കണ്ട മക്കളുടെ സ്വഭാവം മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അവർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. അച്ഛനും അമ്മയും കലഹം ചെയ്യുന്ന, എപ്പോഴും കീരി മൂർഖന് പോയ ആയിട്ടുള്ള ജീവിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് സ്വഭാവ വൈകൃതം കാണിക്കുന്നത്.